Hi students, welcome all. In the last class, we have discussed the first story of first unit, The Race by Nisha Panjabi. There we familiarize Tarun, who wanted to become a fastest runner in the world, and he met Ram Narayan, who won Olympic medal in 1960s, and he promised him he will give Tarun the training for becoming a best runner. ഓക്കെ, അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അങ്ങനെ തരുൺ എന്ത് ചെയ്യുന്നുണ്ട്, അവൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച് തരുൺ ആരാണെന്നുള്ളത് ഫസ്റ്റ് പാരഗ്രാഫിലോട് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തരുണിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുന്നുണ്ട്. പിന്നെ തരുൺ ഒരാളെ കണ്ടുമുട്ടുന്നുണ്ട്, രാംനാരായണനെ കണ്ടുമുട്ടുന്നുണ്ട്. അങ്ങനെ രാംനാരായണ ഒരു പ്രോമിസ് നൽകുന്നുണ്ട്, ഒരു റേസിൽ പങ്കെടുത്ത് വിജയിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, നീ ഞാൻ പ്രാക്ടീസ് അല്ലെങ്കിൽ ഞാൻ ട്രെയിൻ ചെയ്യിക്കാം എന്നുള്ളത് ആര് പറയുന്നുണ്ട്, രാംനാരായൺ പറയുന്നുണ്ട്. അങ്ങനെ തരുണി നല്ല വിഗറസ്ലി 5 days നല്ല കഠിനമായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ 5 ദിവസത്തിന്. അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സപ്പോർട്ട് വേണമെന്ന് തരുണ് മനസ്സിലാവുകയും തരുണ് തൻ്റെ മദറിനോട് അമ്മയോട് എല്ലാ കാര്യങ്ങളും പറയുകയാണ്. ഓക്കെ, നോക്കാം നെക്സ്റ്റ് പാരഗ്രാഫ്. തരുൺ പ്രാക്ടീസ്ഡ് വിഗറസ്ലി ഫോർ 5 days and then promptly met Ram Narayan to collect his participation card. He gazed at the piece of paper on which his name had been printed boldly. It meant so much to him. Tarun practiced vigorously for 5 days. ഭയങ്കര കഠിനമായിട്ട് 5 ദിവസം പ്രാക്ടീസ് ചെയ്തു. രാവിലെ എണീറ്റ് ഓടുക, വൈകുന്നേരം ടൈം വെച്ചിട്ട് കറക്റ്റ് 1000 meters എത്ര സമയത്തിൽ വേണം എന്നുള്ള രീതിയിൽ ഓടുക. And then promptly met Ram Narayan to collect his participation card. അങ്ങനെ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, രാം നാരായണനെ അടുത്തേക്ക് പോവുകയാണ്. എന്തിന്, ആ പാർട്ടിസിപ്പേഷൻ കാർഡ്, ആ റേസിൽ പങ്കെടുക്കാനുള്ള ആ ഒരു അഡ്മിഷൻ കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് രാം നാരായണൻ്റെ അടുത്ത് പോകുന്നു. He gazed at the piece of paper on which his name had been printed boldly. He gazed, അവനിങ്ങനെ നോക്കി, at the piece of paper, ആ ഒരു പേപ്പർ കഷ്ണത്തിൽ അവൻ നോക്കി. അതിലെന്തുണ്ട്, on which, അതിൽ his name had been printed boldly, അതിൽ അവൻ്റെ പേര് നല്ല കട്ടിയിൽ ബോൾഡ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്, പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. It meant so much to him. അത് അവർക്ക് ഭയങ്കര എന്തൊക്കെയോ ആയിരുന്നു. അവർക്ക് മെൻ മീൻസ് ഭയങ്കര അർത്ഥം, അതായത് അവർക്ക് എന്തൊക്കെയോ ആയിരുന്നു പേര് കണ്ടപ്പോൾ. നമുക്കറിയില്ല, പേരൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകും. ആ രീതിയിൽ എന്തായിരുന്നു അവർക്ക് തോന്നി. However art, I must win this race, he thought. He wanted to show his father that he was not really the black sheep of the family and that he could be good at something at least. And then he wanted to show, however hard, അവൻ പറയാണ്, എത്ര പരിശ്രമിച്ച് എത്ര കഷ്ടപ്പെട്ടിട്ടായാലും I must win this race, ഞാൻ ഈ റേസ്, ഈ ഓട്ട മത്സരം ഞാൻ വിജയിച്ചിരിക്കും. അവൻ ചിന്തിക്കണം. Then he wanted to show, അവർക്ക് കാണിക്കണം, his father that he was not really the black sheep of the family. In the last class we have studied the word idiom, the idiomatic expression black sheep, അല്ലേ? ഓഡ് പേഴ്സൺ ഇൻ എ ഗ്രൂപ്പ്, ഒരു ഗ്രൂപ്പിൽ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയാണ് ബ്ലാക്ക് ഷീപ്പ്. അപ്പോൾ ഇവൻക്ക് എന്ത് ചെയ്യണം, ഹി വാണ്ടഡ് ടു ഷോ ഹിസ് ഫാദറിനെ കാണിക്കണം അവൻ്റെ ഫാമിലിയിലെ ബ്ലാക്ക് ഷിപ്പ് അല്ല എന്ന്. ആൻഡ് ദാറ്റ് ഹി കുഡ് ബി ഗുഡ് അറ്റ് സംതിങ് അറ്റ്ലീസ്റ്റ്, വേറെ പല കാര്യങ്ങളിലും അവൻ ഗുഡാണ്, നല്ലവനാണ് എന്നുള്ളത് ആരെ കാണിക്കണം, എൻ്റെ അച്ഛനെ കാണിക്കണം എന്ന് അവനിങ്ങനെ ചിന്തിക്കണം. It was 14th November. Bowing low for the blessing of his mother, Tarun pedaled away to the stadium. There was a huge crowd waiting to go inside. Tarun entered the office where a sign board read, "Participants only," with his heart beating faster every second. Inside, there were about 50 participants waiting for the race to begin. Okay, it was 14th November. November 14 Children's Day എത്തി. Bowing low for the blessing of his mother. മദറിന്റെ ഒരു അനുഗ്രഹം, അമ്മയുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ബോവിംഗ് ലോ, അവൻ എന്ത് ചെയ്തു, കുനിഞ്ഞു, അനുഗ്രഹം വാങ്ങി. തരുൺ പെഡൽഡ് away to stadium. അങ്ങനെ സ്റ്റേഡിയത്തിലോട്ട് അവൻ ഇങ്ങനെ നടക്കുകയാണ്. There was a huge crowd waiting to go inside. അവിടെ ഒരു ഹ്യൂജ് ക്രൗഡ്, ഭയങ്കരമായിട്ടൊരു ജനക്കൂട്ടം, അതായത് പാർട്ടിസിപ്പൻസിന്റെ ഇതിലോട്ട്, ആ പരിപാടിയിലോട്ട് പങ്കെടുക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം അവിടെ ഉണ്ട്. തരുൺ entered the office where a signboard read, "Participants only," with his heart beating faster every second. അങ്ങനെ അവൻ ഓഫീസിന്റെ അടുത്തേക്ക് പോകണം. അവിടെ സൈൻ ബോർഡ് നമുക്കറിയില്ല, അവർ ബോർഡ് വെച്ചിട്ടുണ്ട് അവിടെ നിന്നിട്ട് പാർട്ടിസിപ്പൻസ് ഉള്ളി, അതായത് ഈ ഗെയിമിൽ പങ്കെടുക്കുന്നതിന് മാത്രമേ എൻട്രി ഉള്ളൂ എന്ന് പറഞ്ഞൊരു പാർട്ടിസിപ്പേഷൻ ബോർഡ് അവിടെ വെച്ചിട്ടുണ്ട്. വിച്ച് ഇസ് ഹേർട്ട് ബീറ്റിംഗ് ഫാസ്റ്റർ എവറി സെക്കൻഡ്. ഓരോ സെക്കൻഡിലും അവരുടെ ഹൃദയം ഇങ്ങനെ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ മിടിച്ചുകൊണ്ടിരിക്കുകയാണ്. Inside there were about 50 participants waiting for the race to begin. ഉള്ളിൽ നോക്കിയപ്പോഴോ അവിടെ 50ഓളം പാർട്ടിസിപ്പൻസ്, വിദ്യാർത്ഥികൾ, ആ പങ്കെടുക്കാൻ വേണ്ടിയിട്ടുള്ള, അതിൽ പങ്കെടുക്കാൻ വന്ന കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവൻ ഈ റേസിലെത്തി എൻട്രി ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോൾ 50ഓളം കുട്ടികളെ അവനവിടെ ആ റേസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതായി കാണുകയാണ്. He felt someone patting him on the shoulder.
Hello Tarun, it was Ram Narayan. All the best, he said affectionately. He felt someone patting and ആരാണ് ഷോൾഡർ തട്ടണായിരിക്കുമെന്ന് തോന്നി. ഹലോ തരുൺ, ഇറ്റ്സ് രാം നാരായൺ. ഇറ്റ് വാസ് രാം നാരായൺ. അത് ആരായിരുന്നു? രാം നാരായൺ ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്, he said affectionately. ഭയങ്കര സ്നേഹത്തോടെ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞു. Tarun smiled at him but did not say a word. Fear had gripped from his head to foot. എന്ത് ചെയ്തു? അവന് ചിരിച്ചു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. കാരണം എന്താണ്? ഫിയർ ഹാഡ് ഗ്രിപ്പിഡ്. ഈ ഫിയർ, ഈ പേടി അവന് ഗ്രിപ്പിഡ്, പിടി മുറുക്കിയിട്ടുണ്ട്. ഫ്രം ഹെഡ് ടു ഫുട്ട്, തല മുതൽ കാല് വരെ അവന് പേടി. അത് നല്ല പേടിച്ചാണ് അവൻ നിൽക്കുന്നത്. All participants lined up. Every face glittered with the hope of winning the race. Each one of them had his family and friends in the stand to cheer for him. To his amazement, Tarun caught sight of his mother in the stand. The fear in his eyes gave way to the confidence. The whistle blew and all the participants started off with all their might. They were all determined to be the winner of the race. In the lead was the fastest of them all, Tarun. Seeing himself ahead of everybody, Tarun felt very proud of himself. എന്താ പറയുന്നത്? All the participants lined up. എല്ലാ 50ഓളം ആളുകളുണ്ട് പങ്കെടുക്കാൻ വന്നത്. അവരിങ്ങനെ ലൈൻഡ് അപ്പ് ആയിട്ട് വരി നിൽക്കുകയാണ്. എവരി ഫേസ് ഗ്ലിറ്റേർഡ് വിത്ത് ഹോപ്പ് ഓഫ് വിന്നിങ് ദ റേസ്. ഓരോരുത്തരുടെ മുഖം ഗ്ലിറ്റർ മീൻസ് തെളിങ്ങുന്നുണ്ട്. ആ വിജയം, അതിൽ ആ റേസിൽ വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ അവരുടെ ഫേസ് ഇങ്ങനെ തിളങ്ങുന്നുണ്ട്. Each one of them had his family and friends in the stand for cheer for him. ഓരോ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും ഫാമിലീസും വീട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സ്റ്റാൻഡിൽ, ആ കാണികൾ നിൽക്കുന്ന അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ചിയർ ചെയ്യാൻ വേണ്ടി, അവരെങ്ങനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ടു ഹിസ് അമേസ്മെന്റ്, തരുണിന്റെ ആശ്ചര്യപ്പെടുത്തിട്ട് തരുൺ കോഡ് ദ സൈഡ് ഓഫ് ഹിസ് മദർ ഇൻ ദ സ്റ്റാൻഡ്. തരുൺ എന്ത് ചെയ്തു? അവന്റെ അമ്മയെ എന്ത് ചെയ്യുന്നു? ആ സ്റ്റാൻഡിൽ കാണുകയാണ്. വേറെ ആരും ഉണ്ടായില്ല. തരുൺ എന്ത് ചെയ്യുന്നത്? അവിടെ അമ്മ ഉണ്ട് ആ സ്റ്റാൻഡിൽ നിൽക്കുന്നത്. The fear in his eyes gave way to confidence. അതോടെ അവന്റെ കണ്ണിലുണ്ടായിരുന്ന പേടിയൊക്കെ എന്ത് ചെയ്തു? Gave way to confidence. ഒരു ആത്മവിശ്വാസം നൽകി, കോൺഫിഡൻസ് നൽകി. The whistle blew and all the participants started off with all their might. Whistle blew. അങ്ങനെ വിസിൽ പിടിച്ചു, ഓടാനുള്ള വിസിൽ വന്നു. എല്ലാ പാർട്ടിസിപ്പൻസ്, അതിലുള്ള എല്ലാ പങ്കെടുക്കുന്ന എല്ലാവരും സ്റ്റാർട്ടഡ് ഓഫ്, പുറപ്പെടുകയാണ്. വിത്ത് ഓൾ ദെയർ മൈറ്റ്, അവരുടെ എല്ലാ ശക്തികളും ഉപയോഗിച്ചിട്ട് അവർ പുറപ്പെടുകയാണ്. ദേ വെർ ഓൾ ഡിറ്റർമൈൻഡ് ടു ബി ദ വിന്നർ ഓഫ് ദി റേസ്. അവരെല്ലാവരും ഡിറ്റർമൈൻഡ് മീൻസ് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ട്. ടു ബി ദ വിന്നർ ഓഫ് ദി റേസ്. ഈ റേസിലെ, ഈ ഓട്ടത്തിലെ വിന്നർ, വിജയി ഞാനാകുമെന്ന് ഓരോരുത്തരും ഉറപ്പിച്ചിട്ടാണ് ഓടുന്നത്. ഇൻ ദ ലീഡ് വാസ് ദ ഫാസ്റ്റസ്റ്റ് ഓഫ് ദം ഓൾ, തരുൺ. അതിൽ ഏറ്റവും മുന്നിൽ നിന്നത് was the fastest of them all. അതിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ആളായിരുന്നു ആര്? തരുൺ. Seeing himself ahead of everybody, Tarun felt very proud of himself. തരുൺ എന്ത് ചെയ്തു? Himself ahead of everybody. അവന് എല്ലാവരുടെയും മുന്നിൽ അവനാണെന്ന് അവൻ കണ്ടു. തരുൺ felt very proudly. അവന് ഭയങ്കര അഭിമാനം, അവനക്ക് സ്വന്തമായിട്ട് ഭയങ്കര അഭിമാനം തോന്നി. അപ്പം എന്താണ്? റേസ് തുടങ്ങുകയാണ്. തരുണിന്റെ റേസിന്റെ അവിടെ എല്ലാ പാർട്ടിസിപ്പൻസും ലൈൻഡ് അപ്പ് ആയിട്ടുണ്ട്. അങ്ങനെ റേസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും എന്ത് ചെയ്യുന്നത്? അവരുടെ എല്ലാ മൈറ്റും എല്ലാ പവറും ഉപയോഗിച്ചിട്ട് ഓടുകയാണ്. അപ്പോൾ ഇതിൽ തരുൺ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള തരുണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നുണ്ട്. അത് അവനക്ക് തന്നെ സെൽഫായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രൗഡ്, ഒരു അഭിമാനം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ദെൻ വി ക്യാൻ ലുക്ക് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ. തരുൺ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, then the race is going on. ആ റേസ് ഇങ്ങനെ നടക്കുകയാണ്. എന്ത് സംഭവിക്കാൻ നോക്കാം. On the track there was a shallow path. As he was running fast, Tarun did not notice that and he slipped. അങ്ങനെ തരുണ് ഫാസ്റ്റ് ആയിട്ട് മുന്നിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ on the track, ആ ഓടുന്ന ട്രാക്കിൽ there was a shallow path, ചെറിയൊരു കുഴി ഉണ്ടായിരുന്നു. As he was running fast, അവന് ഭയങ്കര സ്പീഡ് ഓടായതുകൊണ്ട് തന്നെ Tarun did not notice that and he slipped. തരുൺ അതൊന്നും ശ്രദ്ധിച്ചില്ല. അത് മാത്രമല്ല, സ്ലിപ്ഡ്, അവൻ അവിടെ വഴുതിയുണ്ട് വീണു. അതിൽ കുഴിയിൽ തടഞ്ഞ് വീഴാണ് ചെയ്യുന്നത്. Breathing fast, he saw the other kids going past him. He could not be a loser today, and so without wasting a second, he got up and ran once more. Being quick, Tarun overtook a few kids ahead of him, but as fate had it, he slipped once again. Breathing fast, അവന് വീണു. നല്ല രീതിയിൽ കിതക്കുന്നുണ്ട്. He saw the other kids going past him. അവനിങ്ങനെ കാണുന്നുണ്ട് ബാക്കിയുള്ള കുട്ടികൾ അവനങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ട്. He could not be a loser today. അവനക്ക് ഒരിക്കലും ഇന്നൊരു ലോസർ ആവാൻ പാടില്ല, ഇന്ന് അവന് ഫെയിൽഡ് ആവാൻ പാടില്ല. And so അതുകൊണ്ട് തന്നെ
വിതൗട്ട് വേസ്റ്റിംഗ് എ സെക്കൻഡ്, ഒരു നിമിഷം പോലും അവൻ, ഒരു സെക്കൻഡ് പോലും അവൻ വേസ്റ്റ് ആക്കാതെ ഹി ഗോട്ട് അപ്പ് ടു റൺ വൺസ് മോർ, അവൻ എണീറ്റിട്ട് വീണ്ടും ഓടാണ്. ബീങ് ക്യുക്ക്, ഭയങ്കര ഫാസ്റ്റില് തരുൺ ഓവർ ടു എ ഫ്യൂ കിഡ്സ് അഹെഡ് ഓഫ് ഹിം, ഭയങ്കര ഫാസ്റ്റിൽ ഓടിയിട്ട് അവന് മുന്നിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികൾ അവൻ എന്ത് ചെയ്തു, ഓവർടുക്ക് ചെയ്തു, അവൻ എന്ത് മറികടക്കുകയാണ് ചെയ്തത്. ബട്ട് ആസ് ഫേറ്റ് ഹാഡ് ഇറ്റ്, പക്ഷെ വിധി എന്ന പോലെ ഹി സ്ലിപ്ഡ് വൺസ് അഗെയിൻ, അവൻ ഒരു പ്രാവശ്യം കൂടെ വീഴാണ്. അപ്പോൾ തരുൺ ആദ്യം ഒരു പ്രാവശ്യം വീണു, അവൻ ഏറ്റവും മുന്നിൽ അവനുണ്ടായിരുന്നത്, അവൻ ഓടുമ്പോൾ ഒരു കുഴി ഉണ്ടായിരുന്നത് തടഞ്ഞ് വീഴാണ്. പക്ഷേ നിർത്തിയോ ഇല്ല, അവൻ വീണ്ടും എണീറ്റോടി കുറച്ച് കുട്ടികളോട് ഓവർടേക്ക് ചെയ്തു. ബട്ട് വിധി എന്ന് പറഞ്ഞതുപോലെ അവൻ എന്ത് ചെയ്തു, വീണ്ടും വീഴാണ്. What was happening to him? He could not bear it. He looked into the crowd and saw his mother. She was saying something to him. Get up, son, get up and run. അവൻ ചിന്തിക്കണം, what was happening to him? അവർക്ക് എന്താ സംഭവിക്കുന്നത്? He could not bear it. അവർക്ക് സഹിക്കാൻ പറ്റില്ല. He looked into the crowd and saw his mother. അവൻ എന്ത് ചെയ്തു, ആ ക്രൗഡിലോട്ട്, ആ ജനക്കൂട്ടത്തിലോട്ട് നോക്കിയപ്പോൾ അവൻ അമ്മേനെ കണ്ടു. She was saying something to him. അമ്മ എന്തോ പറയുന്നുണ്ട്. Get up, son. മകനെ എണീക്ക്, get up and run. എണീറ്റ് ഓട് എന്നിങ്ങനെ അമ്മ വിളിച്ച് പറയുന്നുണ്ട്. Tarun got up once again. He was among the last few, but he did not give up. Once more, he overtook some children. Since he was fretting a little too much, he fell a third time. Tears were rolling down his cheeks. How will he get into Ramnarayan's train now? How will he prove to his parents that he was talented? He was the last kid of the track now. He turned his eye towards the stand. നോക്കാം, തരുൺ ഗോട്ട് അപ്പ് വൺസ് അഗെയിൻ. തരുൺ ഒരു പ്രാവശ്യം കൂടെ എണീക്കാണ്. ഹി വാസ് എമംഗ് ദ ലാസ്റ്റ് ഫ്യൂ. അവൻ ഇപ്പോൾ ഉള്ളത് ലാസ്റ്റ് കുറച്ച് ആളുകളുണ്ടല്ലോ, അവരുടെ കൂടെ അവൻ ഇപ്പോൾ ഉള്ളത്. ബട്ട് ഹി ഡിഡ് നോട്ട് ഗിവ് അപ്പ്, പക്ഷെ അവൻ അതൊന്നും ഒഴിവാക്കില്ല. വൺസ് മോർ ഹി ഓവർടുക്ക് സം ചിൽഡ്രൻ. ഒരു പ്രാവശ്യം കൂടെ അവന് കുറച്ചും കൂടെ കുട്ടികളെ എന്ത് ചെയ്തു, ഓവർടുക്ക് ചെയ്തു. സിൻസ് ഹി വാസ് ഫ്രെറ്റിംഗ് എ ലിറ്റിൽ ടു മച്ച്, ഇപ്പോൾ അവന് കുറച്ചുകൂടെ അലട്ടുന്നുണ്ട്. കാരണം എന്താ, ഹി ഫെൽ എ തേർഡ് ടൈം, അവൻ വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം അവൻ വീഴാണ്. 2 പ്രാവശ്യം വീണു. അവൻ എണീറ്റ് ഓടി, അമ്മ അങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ഓടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവന് ഒന്നുകൂടെ ഓടുമ്പോൾ അവൻ എന്ത് ചെയ്തു, വീണ്ടും അവൻ അരട്ടിക്കൊണ്ട് വീണ്ടും വീഴാണ് അവൻ. Tears were rolling down his cheeks. അവന്റെ കവിളിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുന്നുണ്ട്. How will he get into the Ramnarayan's training now? ഇനി എങ്ങനെ ഞാൻ രാംനാരായണന്റെ ട്രെയിനിങ്ങിൽ എനിക്ക് അഡ്മിഷൻ കിട്ടും? How will he prove his parents that he was talented? എങ്ങനെ അവന്റെ പേരൻസിന്റെ രക്ഷിതാക്കൾ ഇവൻ ടാലന്റഡ് ആണ്, ഇവർക്ക് കഴിവുണ്ട് എന്ന് എങ്ങനെ തെളിയിക്കും? He was the last kid on the track now. ഇപ്പോൾ ആ ട്രാക്കിൽ ഏറ്റവും അവസാനത്തെ കുട്ടി അവനാണ്. He turned his eyes towards the stand. അവൻ എന്ത് ചെയ്തു, ആ കണ്ണ് എന്ത് ചെയ്തു, ആ സ്റ്റാൻഡിലോട്ട്, ആ കാണികൾ ഇരിക്കുന്ന അവരോട്ട് തിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഏറ്റവും ലാസ്റ്റ്, ആദ്യത്തിൽ ഏറ്റവും ഫസ്റ്റ് ഉണ്ടായിരുന്ന തരുണ് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ആണ് ആ ട്രാക്കിലുള്ളത്. നോക്കാം എന്താ സംഭവിക്കാന്ന്. Then he heard Ramnarayan screaming from somewhere. Come on Tarun, Tarun run. അപ്പോൾ ഇവൻ കേൾക്കണം, ആ സ്റ്റാൻഡിലോട്ട് നോക്കിയപ്പോൾ എവിടുന്നോ എവിടുന്നോ രാംനാരായണൻ അലറി വിളിക്കുന്നു, സ്ക്രീമിങ് ചെയ്യുന്നുണ്ട്. Come on Tarun, എണീക്ക് തരുണേ, തരുൺ ഓട്, വീണ്ടും ഓട്. And so he got up a third time. This 12-year-old determined boy who was last on the track got up and ran with all the strength he had. And so he got up at the third time. മൂന്നാമത്തെ പ്രാവശ്യം അവൻ എണീക്കാണ്. This 12-year-old determined boy, ഈ 12 വയസ്സുള്ള ഡിറ്റർമൈൻഡ് ബോയ്, ദൃഢനിശ്ചയത്തോടെയുള്ള, അതായത് വിജയിക്കണം എന്നുള്ള ശക്തമായിട്ടുള്ള നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ബോയ് who was last on the track, അവൻ എന്താണ് ഈ ട്രാക്കിൽ ഏറ്റവും ലാസ്റ്റ് ആണ്. Got up and ran with all the strength he had. അവൻക്കുള്ള എല്ലാ കഴിവും എല്ലാ ശക്തിയും ഉപയോഗിച്ചിട്ട് എണീറ്റിട്ട് എന്ത് ചെയ്യണേ, അവൻ വീണ്ടും ഓടുകയാണ്. Got up and ran with all the strength he had. അവൻക്കുള്ള എല്ലാ സ്ട്രെങ്ത്തും ഉപയോഗിച്ചിട്ട് അവൻ എന്താണ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. The crowd was cheering for Pavan, the boy who had won the race. But to Tarun's surprise, there was a louder applause when he crossed the finishing line last. The audience cheered for his determination and his valor for never giving up. അപ്പോൾ തരുൺ ഇങ്ങനെ ലാസ്റ്റിലുണ്ട്, ഓടുന്നുണ്ട്. The crowd was cheering for Pavan. അങ്ങനെ ക്രൗഡൊക്കെ എന്ത് ചെയ്യുന്നത്, ഈ ജനക്കൂട്ടം എന്ത് ചെയ്യുന്നുണ്ട്, പവന് വേണ്ടിയിട്ട് കൈകൾ ആകെ എന്ത് ചെയ്യുന്ന ആർമാദിക്കണം, അവരെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. The boy who had won the race. ആരാണ് പവന്? ഈ റേസ് വിജയിച്ച കുട്ടിയാണ്. അവൻ ഫസ്റ്റ് എത്തിയത് ആരാ? പവനാണ്. But to Tarun's surprise, തരുൺ അതിശയിപ്പിച്ചിട്ട് കൊണ്ട് there was a louder applause when he crossed the finishing line last. അവൻ അവസാനം ആ ഫിനിഷിംഗ് ലൈനാണ് ക്രോസ് ചെയ്തപ്പോൾ ഭയങ്കര ഒരു കയ്യടി. അത് തരുൺ എന്ത് ചെയ്തു, അതിശയിപ്പിച്ചു. The audience cheered for his determination
and valor for never giving up. ഈ ഓഡിയൻസ്, ഈ കാണികൾ എന്തിനാണ് ഇവനെ പ്രോത്സാഹിപ്പിച്ചത്? ഇവന്റെ ഡിറ്റർമിനേഷൻ, അവന്റെ ദൃഢനിശ്ചയം. കാരണം അവസാനത്തിലായിട്ട് അവൻ എന്ത് ചെയ്തു? എണീറ്റോടി. നമ്മുടെ സാധാരണ റീൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഫസ്റ്റ് കിട്ടി, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഓടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ മാറിപ്പോവല്ലേ? സാധാരണ ജനറൽ ആയിട്ടുള്ള സ്റ്റുഡൻസ് അങ്ങനെ ചെയ്യാം. പക്ഷെ തരുൺ എന്ത് ഇത് ഡിറ്റർമൈൻഡ്, അവനത് കംപ്ലീറ്റ് ചെയ്യും. ആൻഡ് ഇസ് വാലർ, അവന്റെ ധൈര്യം, ഫോർ നെവർ ഗിവിംഗ് അപ്പ്, ഒരിക്കലും ഒഴിവാക്കൂല, ഗിവ് അപ്പ് ചെയ്യൂല എന്നുള്ള അവന്റെ ആ ഡിറ്റർമിനേഷൻ ആയിരുന്നു ആളുകളുടെ ആ cheer-up ഉണ്ടായിരുന്നത്. He bowed his head with shame and said to Ram Narayan, I am sorry sir, I lost. അവനൊന്ന് തല താഴ്ത്തിയിട്ട് രാം നാരായണനോട് പറയണേ, എന്നോട് ക്ഷമിക്കണം, ഞാൻ തോറ്റു. No son, to me you have won the toughest race, the race of your life. ഇല്ല, നീ ഒരിക്കലും തോറ്റിട്ടില്ല. എന്നെ സംബന്ധിച്ച് നീ നിന്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായിട്ടുള്ള ഒരു ഓട്ടമാണ് നീ ജയിച്ചിട്ടുള്ളത്. ദ റേസ് ഓഫ് യുവർ ലൈഫ്, നിന്റെ ജീവിതത്തിലൊരു ഓട്ടമാണ്. യു ഗോട്ട് അപ്പ് ആൻഡ് സ്റ്റാർട്ടഡ് അഫ്രഷ് ഈച്ച് ടൈം യു ഫെൽ. നീ ഓരോ സമയം വീഴുമ്പോഴും നീ എന്ത് ചെയ്യുന്നു? ഫ്രഷ് ആയിട്ട് വീണ്ടും നീ എണീറ്റ് ഓടുന്നുണ്ട്. യു ആർ എ റിയൽ ലൈഫ് ഹീറോ. നീ ഒരു യഥാർത്ഥ ഒരു ഹീറോ നീയാണ്. യുവർ ട്രെയിനിങ് സ്റ്റാർട്ട് ടുമോറോ. നിന്റെ ട്രെയിനിങ് നാളെ തുടങ്ങുകയാണ്. Tarun could not believe his ears. Tears filled his eyes again. Tarun അവന് കേൾക്കാൻ, അവർക്ക് എന്ത് ചെയ്യാം? അവന്റെ ചെവികളെ വിശ്വസിക്കാൻ പറ്റില്ല. അത് അവൻ കേട്ടത് സത്യമാണോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. കാരണം അവന് ഫെയിൽഡ് ആയിട്ട് പോലും രാംനാരായണൻ എന്ത് ചെയ്തു? അവന്റെ ഡിറ്റർമിനേഷനും ആൻഡ് വാല്യൂ ഫോർ നെവർ ഗിവിംഗ് അപ്പ് എന്നുള്ള അവന്റെ ആ ഒരു ആറ്റിറ്റ്യൂഡിന് എന്ത് ചെയ്തു? ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടി ആര് തീരുമാനിക്കുകയാണ്? ഈ നമ്മുടെ രാംനാരായൺ തീരുമാനിക്കുകയാണ്. Tears filled his eyes. അവന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു. They smiled at his mother, who hugged him and said, You are the best son in the world. എന്നിട്ട് അമ്മ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറയണത്, യു ആർ ദ ബെസ്റ്റ് സൺ ഇൻ ദ വേൾഡ്. ഈ ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള മകൻ നീയാണ്, ഏറ്റവും പെർഫെക്റ്റ് മാൻ നീയാണ് എന്നുള്ള തരുണോട് പറയാണ്. ദിസ് ഇസ് തരുൺ ആൻഡ് ദിസ് ഇസ് ദ സ്റ്റോറി ഓഫ് തരുൺ. ഓക്കെ, അപ്പോൾ തരുണിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇത്. തരുൺ ആരാണ് നമുക്കറിയാം. തരുണിൻ്റെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ എങ്ങനെയാണ്, അവൻ എന്തൊക്കെ ചെയ്തു, അവൻ്റെ ജീവിത ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് അവന് കഠിനാധ്വാനം ചെയ്തു. ഇറ്റ്സ് എ മെസ്സേജ്. വാട്ട്സ് ദ മെസ്സേജ്? In everyone's life there will be ups and downs. You have to face failure as well as success, but never give up. ജീവിതത്തിൽ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്, നമ്മൾ വിട്ടുകളയരുത്, നമ്മുടെ ലക്ഷ്യം വിട്ടുകളയരുത് എന്നുള്ള ഒരു ബോൺ മെസ്സേജ് ആണ് ദിസ് റേസ് എന്നുള്ള സ്റ്റോറി നമുക്ക് തരുന്നത്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഓൾ അബൌട്ട് ദി സ്റ്റോറി ആൻഡ് യു ഹാവ് ടു റീഡ് ഫ്രം ഫസ്റ്റ് ടു ലാസ്റ്റ് ആൻഡ് familiarize the words, and you have to jot down the words that you are not familiar with and write your answer and study well and then take your thank you.